ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയായി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളായിരുന്നു ഞാൻ എവിടെയോ പോവുകയാണ്, എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണ്, അതിൻ്റെ വ്ളോഗായിരിക്കുമെന്ന്. അല്ല, ഇതൊരു ചെറിയ വ്ളോഗാണ്, ഫാമിലി വ്ളോഗാണ്. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ഫാമിലി റിയൂണിയൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങ് വരും. ചെറിയൊരു പരിപാടികളും കാര്യങ്ങളുമായിട്ട് ഓണത്തിന് നമുക്ക് വലുതായിട്ടൊന്നും അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെറിയ പരിപാടിയൊക്കെ നടത്താമെന്ന് കരുതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ട്രാവലറിലാണ് വരുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്ത് വരാമെന്ന് പറഞ്ഞു. പേരെ എന്നാൽ നമ്മൾ ഓണത്തിന് അമ്മാമ്മയുടെ വീട്ടിൽ പോയി ആ സെയിം സ്ഥലത്ത് നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്ക് അവർ 7:20 ആകുമ്പോൾ അവിടെ നിന്ന് തിരിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ രാവിലെ എന്തായാലും എണീച്ചെല്ലാം ഒരിക്കൽ കാത്തിരിക്കുകയാണ്. പിന്നെ അവർ എത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണണേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടെ, എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ കരപരായിരിക്കുകയാണ്. അതൊന്നും സാരമില്ല, എന്നാലും ഞാൻ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് അവരൊക്കെ എവിടെയോ എത്തി, വിളിച്ചായിരുന്നു, അപ്പോൾ ആദ്യ വഴി ഉണ്ടായി. അപ്പോൾ അവരെത്തിയിട്ട് ബാക്കി അടിച്ച് പൊളിക്കലിൻ്റെ വീഡിയോ ഒക്കെ അപ്പോൾ ഇടാം. എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവരൊക്കെ വരുമ്പം എങ്ങനെയാണ് എല്ലാവരും കൂടെ ഒത്ത് ഇങ്ങനെ ട്രാവലറിലൊക്കെ വന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ നല്ല ഒരേ ഒരു ശീലമുള്ള അച്ഛൻ മാത്രമേ ഉള്ളൂ. രാവിലെ എണീച്ച് അച്ഛന് പത്രം വായിക്കണം, അത് നിർബന്ധമാണ് അല്ലേ അച്ഛാ? ഹായ് പറയണം, ഒരു ഹലോ പറയണം, ഹലോ പറയണം. ഹലോ. രാവിലെ എണീച്ച പത്രം വായന നിർബന്ധമാണ്. നമ്മൾ വായിക്കില്ലെന്ന് പറഞ്ഞ് നമ്മളെ വഴക്കും പറയാറുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് വായിക്കാത്തത്. അച്ഛൻ എന്തോ പറയുന്നുണ്ട്, അതൊന്നും കേൾക്കണ്ട. ഗൈസ്, അവരെത്തിയിട്ടുണ്ട്. വൺ ഇതായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, സ്മാളസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ആണ് കൂടുതൽ. നമ്പർ ഓഫ് പീപ്പിൾസ് ആർ ഇൻക്രീസസ്. ഗൈസ്, കാത്തുനിന്ന് എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഒന്നേ എല്ലാരും ഇവിടെ അമ്പലത്തിൽ പോണോ, കോവിലോട്ടാണോ പോകുന്നത്? ഈ വരുന്നതാണ് നമ്മുടെ മുത്തശ്ശി. പറഞ്ഞോ അമ്മ, പോട്ടെ. വീഡിയോ കിട്ടി. നാട് മൊത്തം കിടുങ്ങിയെന്നാണ് കേക്കുന്നത്. ഒരു പേരും ടീംസ് വന്നോണ്ട് എല്ലാരും അറിഞ്ഞു. പോട്ടെ, ഇവിടെ ഉണ്ട്, വ്ളോഗാണ്. നമ്മുടെ വീട് നിറഞ്ഞ് നമ്മൾ ഒരു വീടും കൂടെ വാടകയ്ക്ക് എടുത്താൽ പെണ്ണിന് ഇഷ്ടപ്പെട്ടോ? പെണ്ണിന് നാണം വരുന്നുണ്ട്. കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ടീം. നമ്മളങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ജസ്റ്റ് തിരുവാതിരയ്ക്ക് ഷൂട്ട് പച്ച കൂടെ കിട്ടി റെഡിയായി നിൽക്കുകയാണ്. ഒരു തിരുവാതിരയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി എല്ലാവരെയും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മളെല്ലാവരുമായിട്ടൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്, ഫാമിലി ഫോട്ടോ. അപ്പോൾ അതിനായിട്ട് എല്ലാവരെയും അറേഞ്ച് ചെയ്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ലാസ്റ്റ് തീരുമാനമാണ്. അല്ല ഇത് മതിയോ? കറക്റ്റായി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പ്രസിഡന്റ് തിരുവാതിര കഴിഞ്ഞ് ഈ തിരുവാതിരയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രായം ചെന്നവരും തൊട്ട് കുഞ്ഞു കുട്ടിയവരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് ഓരോ ഗെയിംസ് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യമായിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടല്ല. അപ്പോൾ അതിനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സൗണ്ട് അതുകൊണ്ട് പറയുന്നൊന്നും നമ്മുടെ പൊട്ടുകുത്തിയ അടുത്തത് സുന്ദരിക്ക് പൊട്ടുതൊടാനുള്ള സംഭവത്തിൻ്റെ എല്ലാം റെഡിയാക്കി അതിൻ്റെ ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സുന്ദരിയൊക്കെ ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. പുരുഷ ടീമിന്റെ ഭാര്യയും അമ്മയുമായുള്ള പൊരിഞ്ഞ പോരാട്ടമാണ്. ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ മത്സരിക്കുകയാണ്. എല്ലാം മല്ലന്മാരാണ് കയറിയിരിക്കുന്നത്. അടുത്ത ഗെയിമിന് വേണ്ടി പ്ലാൻ ചെയ്തെല്ലാം റെഡി. ഇതാണ് നമ്മുടെ ഗെയിം.
കുഞ്ഞുമണി എല്ലാരും ആയിട്ട് കളിക്കുകയാണ്. കടിക്കടി ഇവിടെ വാശിയേറിയ മത്സരങ്ങള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് എങ്ങനെയാണ് ഇത്ര സീരിയസ് ആയിട്ട് കളിക്കാൻ പറ്റിയത്? ഗെയിമിനായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമ്മളിതാ പോവാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. പണിയാണ് പണി. കളർന്നില്ലേ? ഇനി നമുക്ക് അല്പം ഫുഡ് കഴിക്കാം. മാത്സ് അറിഞ്ഞൂടാ, 7 മിസ്സിംഗ് ആണ്. 28 എക്സ്പ്രഷൻ. ഡാൻസ്. Guys, mami, കളിച്ചാ അടുത്ത പാസിംഗ് ബോളായിരുന്നു. അതിൽ പിള്ളേരൂടെ കയറി ഞാൻ സക്സസ്ഫുള്ളി തോറ്റിറങ്ങി. എനിക്ക് പാട്ട് മാറിപ്പോയി. ഇപ്പൊ എല്ലാരും ഗെയിമൊക്കെ കഴിഞ്ഞ് രണ്ട് ഫുഡ് കഴിക്കാൻ പോയി. എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മ്യൂസിക്കൽ ചെയർ ആരംഭിച്ചു. ഫുഡ് കഴിച്ച് ഓഫ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാരും തളപ്പേണ്ട സൗണ്ട് ആണെങ്കിൽ പോയി മൊത്തത്തില് നമ്മുടെ പുരുഷ ടീമിന്റെ ഇതാണ്. അയ്യോ കഷ്ടം.
ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അറിയൊന്നുമില്ലായിരുന്നു. ജയിക്കുന്നവരുടെ സമ്മാനം എന്തോന്നാണ്? ഏത് കട്ട? അതിന് ബിസ്ക്കറ്റ് കടി മത്സരം. ബിസ്ക്കറ്റ് കടിയല്ല, ബിസ്ക്കറ്റ് മൊത്തം വെച്ച് ഇങ്ങനെ കൊണ്ട് കഴിക്കുന്ന മത്സരം. പേര് പേര് എല്ലാരും അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന സത്യം അടിപൊളി പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബഹളത്തിന്റെ എല്ലാം സൗണ്ടും പോയി സംസാരിക്കണ കേൾക്കും. ഇവിടെ എല്ലാരും ഉണ്ടാ ഈ ബലൂൺ പരസ്പരം ഇതാക്കി പൊട്ടിക്കുന്നതാണ്. സത്യം പറഞ്ഞ ഈ ബഹളങ്ങൾക്കിടയിൽ സമയം പോയത് എന്ന് അറിയാൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെ ഇങ്ങനെ വല്ലപ്പോഴും അടിപൊളിയല്ലേ. പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുടുംബ സംഗമം ഉണ്ടാകും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി പിള്ളേരെല്ലാവരും കൂടെ പോയി താഴെ മെറ്റിലി കിടന്ന് കളി തന്നെ. എല്ലാവരും വൻ ബഹളമായിട്ടാണ്. കുടുംബസംഘവും ഞെരിപ്പ് തന്നെ. ഉള്ളുണ്ട് പിള്ളേരെല്ലാരും കൂടെ ചുമ്മാ ഇവിടെ മണലിൽ കിടന്ന് കളിക്കുകയാണ്. എല്ലാരും അവര് പോവാൻ ഇറങ്ങി. ഇവരൊക്കെ താഴോട്ട് പോകണം. നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇത്രങ്ങനത്തെ പ്രായത്തിനിടയിൽ എല്ലാവരും പോകുന്നത് ഭയങ്കര വിഷമമാണ്. നന്ദി ടാറ്റാ. ചിമ്പോ അതിതല്ല
അതൊന്നുമല്ല. പ്ലീസ് എല്ലാരും പോയിരിക്കാണ്. ഇനിയിപ്പോ നമ്മളുമായി പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ഓരോരുത്തരായിട്ട് കയറി വരികയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ പറയോ, ബൈ ബൈ പറയോ.